ശ്രീ നിർമ്മൽ, ഇവിടെ ഇതാ ഈ ട്രേഡ് വാർ അത് അദ്ദേഹം ആരംഭിച്ചു എന്ന് മാത്രവുമല്ല, അത് തുടരുക തന്നെയാണ്. ഏറ്റവും ഒടുവിൽ US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾ, സെമി കണ്ടക്ടർ ചിപ്പുകൾ, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കെല്ലാം തീരുവ വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനമുണ്ടാകുന്നു. ഇന്ത്യൻ വിപണിയിൽ അത് പ്രതിഫലിച്ചു കഴിഞ്ഞു. സൺഫാർമയുടെയും ഓറോബിന്ദോയുടെയും ഒക്കെ ഓഹരികളിൽ ആ ഇടിവിന്ന് പ്രകടമാകുന്നുണ്ട്. അത് ഈ ഫാർമയുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിൽ നിന്നാണ്. അത് എത്ര ശതമാനമെന്നൊന്നും ട്രംപ് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു രാജ്യവുമായി എപ്പോഴും ഒരേ തരത്തിലുള്ള സഹകരണമേ മുന്നോട്ട് പോകൂ, ആ രാജ്യം മാത്രമാണ് ഇന്ത്യയുടെ സുഹൃത്ത് എന്നൊന്നും നയതന്ത്രത്തിലോ അല്ലെങ്കിൽ വിദേശകാര്യ ബന്ധങ്ങളിലോ നമുക്ക് സ്ഥിരീകരിക്കാനൊന്നും പറ്റില്ല. അത് കാലാനുസൃതമായി മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇപ്പോഴും ഇന്ത്യ നല്ല സുഹൃത്താണ് അമേരിക്കയുടേത് എന്നതിൽ തർക്കവുമില്ല. പക്ഷേ ആ സൗഹൃദം കൊണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് നഷ്ടങ്ങളാണോ സംഭവിക്കാൻ പോകുന്നത് എന്ന് സംശയിക്കുന്നവരുണ്ട്. എന്താണ് താങ്കളുടെ നിഗമനം? ട്രംപിനെ ഒരു നയതന്ത്രജ്ഞനായിട്ട് ഞാൻ കാണുന്നില്ല, അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആയിട്ടാണ് കാണുന്നത്. അതിന്റെ പ്രൂഫ് എന്താണെന്ന് ചോദിച്ചാൽ 2016 മുതൽ 2020 വരെയുള്ള അമേരിക്കൻ എക്കോണമി എടുത്തു നോക്കിയാൽ മനസ്സിലാവും. മാത്രമല്ലല്ലോ, ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഗാസയെ കുറിച്ച് പറഞ്ഞതും അതൊരു റിയൽ എസ്റ്റേറ്റ് ഭൂമിയാണ് എന്നാണല്ലോ. തീർച്ചയായിട്ടും ട്രംപ് പറയുന്ന പല കാര്യങ്ങളും നമുക്കൊരു നെഗോഷിയേഷൻ ടാക്ടിക് ആയിട്ട് തന്നെ എടുക്കാം. ഇപ്പൊ നേരത്തെ ടെസ്ല താങ്കൾ സൂചിപ്പിച്ചു. ഞാനൊരു ക്ലാസിക് എക്സാമ്പിൾ പലതവണ പല ചർച്ചകളിലും പറഞ്ഞാണ്, ശ്രീ വിൻസൻ സേവറിനൊക്കെ തീർച്ചയായിട്ടും അറിയാം. അതായത് രണ്ട് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഹാർലി ഡേവിഡ്സൺ ബൈക്ക് നമ്മൾ ഇങ്ങോട്ട് മേടിക്കുന്നു 106% ടാക്സ്, റോയൽ എൻഫീൽഡ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു, എത്ര ടാക്സ് എന്നൊന്നും ഗസ് ചെയ്യാവും, 2.5% ടാക്സ്. ഇത്രയും വലിയ ഡിസ്പാരിറ്റി കാണുന്ന ഏതൊരു പ്രസിഡന്റും ആഗ്രഹിക്കത്തില്ല. റെസിപ്രോക്കൽ വേണ്ട, എനിക്ക് 100% വേണം, 10% ഞാൻ കൂട്ടട്ടെ എന്ന് ഏതൊരു പ്രസിഡന്റും ആഗ്രഹിക്കും. പക്ഷെ അതിനകത്ത് പാർഷ്യലായിട്ട് ഞാൻ ശ്രീ ബിജു തട്ടല പറഞ്ഞ ഒരു കാര്യം അംഗീകരിക്കുന്നത്, അതായത് ഇന്ത്യ പൂർണ്ണമായിട്ട് ഡെവലപ്ഡ് ആയിട്ടൊരു കൺട്രി അല്ല. നമുക്കതൊരു ദോഷം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെറിയ രീതിയിൽ ദോഷം ചെയ്യും. പക്ഷെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ വിൻസൻ സേവർ പറഞ്ഞാണ് അതിന്റെ ശരി. ഇതിനകത്തെല്ലാം രണ്ട് ആർഗ്യുമെന്റ്, ഒരു ഇമോഷണൽ ആർഗ്യുമെന്റ്, ഒരു പ്രാക്ടിക്കൽ ആർഗ്യുമെന്റ്. പ്രാക്ടിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ശ്രീ വിൻസൻ സേവർ പറഞ്ഞാണ്, അതായത് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആണ്, അദ്ദേഹത്തിന് അമേരിക്ക ഫസ്റ്റ് ആണ്, അദ്ദേഹം അമേരിക്കയിലെ ജനങ്ങളുടെ കാര്യം എക്കോണമിയാണ് നോക്കേണ്ടത് എന്നുള്ളത് ഒന്ന്. രണ്ട്, നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം കൂടെ ജസ്റ്റ് പറയാം. റിസ്ട്രെയിന്റെ കാര്യത്തിൽ പല തർക്കങ്ങളും ഇടവേള സമയത്ത് പോലും നടന്നു. ഞാനത് തീർച്ചയായിട്ടും എൻജോയ് ചെയ്തു, പല പെർസ്പെക്ടീവ്സും കിട്ടി. നിങ്ങളുടെ 5 മിനിറ്റ് പോയെന്ന് ഞാൻ പറയത്തുള്ളൂ, ആ സമയത്ത് ഇടവേള കൊടുക്കാൻ പാടില്ല. അപ്പൊ കാര്യം ഇതാണ്, ഒരു ചെറിയ ഉദാഹരണം പറയാം. ട്രംപിന് അദ്ദേഹത്തിന്റെ രാജ്യം വലുതുപോലെ എനിക്കും എന്റെ ശമ്പളം പ്രധാനപ്പെട്ടതാണ്. ബ്രേക്ക് കൊടുക്കാൻ ഒരു കാര്യം ശ്രീ മിഥുൻ പറഞ്ഞതിലോട്ട് ആഡ് ചെയ്യാം. ഈ റിസ്ട്രെയിന്റെ ആവശ്യം അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണെന്ന് പറഞ്ഞു. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. രണ്ടാമത്തെ ഫ്ലൈറ്റില് US ഇങ്ങോട്ട് വിട്ട രണ്ടാമത്തെ ഫ്ലൈറ്റിൽ 2 പേരുണ്ട്. താങ്കൾക്ക് വായിച്ചു നോക്കാം, സന്ദീപ് ആൻഡ് പ്രദീപ്. പഞ്ചാബിലെ പട്യാല എന്നുള്ള ആളുകളാണ്. 2023 പട്യാലയിൽ ഒരു കൊലപാതകം നടത്തിയതിനു ശേഷം അവർ നാട് വിട്ട് അമേരിക്കയ്ക്ക് പോന്നു. ബാക്കി എല്ലാ ആളുകളുടെയും തിരിച്ചു വന്നപ്പോഴത്തേക്കും ഫാമിലിയാണ് കാത്തുനിന്നെങ്കിൽ ഇവരെ കാത്തുനിന്ന പോലീസ് ജീപ്പാണ്. അങ്ങനെ ക്രൈം റെക്കോർഡുള്ള ആളുകളെ കൊണ്ടുവരും കൂടെയാണ്. അപ്പൊ റീസണബിൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപക്ഷെ അവർ രക്ഷപ്പെടാൻ ശ്രമിക്കാം, അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാം, ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കാം, ഇങ്ങനെയുള്ള സാധ്യതകളില്ലേ. അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും റിസ്ട്രെയിൻ ചെയ്യാതെ പറ്റില്ല. അതിനകത്ത് ശ്രീ വിൻസൻ സേവറും കറക്റ്റ് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് ഇന്ത്യയെ മാത്രമല്ല, മെക്സിക്കോ ഉണ്ട്, ഗോട്ടിമാല ഉണ്ട്, സാൽവഡോർ ഉണ്ട്, എല്ലായിടത്തും ഒരേപോലെയാണ്. ഒരിടത്തും ഒരു ഡിസ്ക്രിമിനേറ്ററി ട്രീറ്റ്മെന്റ് നമ്മൾ കണ്ടില്ല, ഒരു പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റും കണ്ടില്ല. മറ്റൊരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാം. മെക്സിക്കോയുടെ കേസ് ഒക്കെ പറഞ്ഞു. ഇപ്പൊ മെക്സിക്കോ എന്ന് പറഞ്ഞ ആരിസോണയിലോട്ടോ കാലിഫോർണിയയിലോട്ടോ മെക്സിക്കോ എന്ന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്ന് പത്തനംതിട്ട ജില്ലയ്ക്ക് പോകുന്ന അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ളിടത്ത് അവർക്ക് ഫ്ലൈറ്റ് വിട്ടോ റോഡ് മാർഗമോ എങ്ങനെ വേണമെങ്കിലും കൊണ്ടുവരാം. അത് എക്സ്പെൻസീവ് അഫെയർ അല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ 18,000 പേരെ തന്നെ കൊണ്ടുവരണമെങ്കിൽ US ഈ അളവിൽ പോയി കഴിഞ്ഞാൽ 180 ഫ്ലൈറ്റ് വിടണം. ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന്റെ 5 ഇരട്ടി ചെലവ് മുടക്കിയാണ് ഒരാളെ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പം അത്രമാത്രം ചെലവ് മുടക്കി ഇന്ത്യക്ക് കൊണ്ടുവരാൻ താങ്ങാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ മാത്രമല്ല, 18,000 എന്നുള്ള ഇപ്പോഴത്തെ കണക്കാണ്. പ്യൂ റിസർച്ചിന്റെ കണക്ക് 7 ലക്ഷമാണ്, മൈഗ്രേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് 3.5 ലക്ഷമാണ്, അവരുടെ ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ കണക്ക് 2.25 ലക്ഷമാണ്. എത്രയൊക്കെ ആണെങ്കിലും ഇതൊക്കെ വലിയ നമ്പറാണ്. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു പ്രാക്ടിക്കൽ നമ്പറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായും ലോകക്രമം മാറിക്കൊണ്ടേയിരിക്കും. അതിനിടയിലാണ് അമേരിക്കയുടെ ഭരണമാറ്റം ഉണ്ടാകുന്നത്. ദീർഘകാലമായി ഇന്ത്യ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ്. ഈ ഭരണമാറ്റം ഏത് തരത്തിലാണ് ഇന്ത്യയിൽ പ്രതിഫലിക്കുക എന്നത് ഇന്നോ നാളെയോ അറിയാൻ പറ്റുന്ന ഒന്നല്ല. അതിന് കുറച്ചു കാലം കൂടി നമുക്ക് കാത്തിരിക്കണം. അതിനിടയിൽ കടന്നു വരുന്ന വിഷയങ്ങൾ തീർച്ചയായും കേരളത്തിൻ്റെ പൊതുസമൂഹവും ഇന്ത്യയിലെ ജനങ്ങളുമെല്ലാം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇലോൺ മസ്ക് മായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രതികരണം, അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണമായി പ്രത്യേകിച്ച് ഇന്ത്യയിലെ നികുതിയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രതികരണം, ഒപ്പം അനധികൃത കുടിയേറ്റക്കാരെ എങ്ങനെയാണ് കയറ്റിവിടുന്നത് എന്നതിൻ്റെ ദൃശ്യങ്ങൾ വൈറ്റ് ഹൗസ് തന്നെ പുറത്തുവിട്ട സാഹചര്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടി വന്നത്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.